വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മിനറൽ ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന നൈട്രജൻ മെറ്റബോളിസം ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ, നൈട്രജൻ മെറ്റബോളിസത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള നൈട്രജൻ സൈക്കിൾ എന്താണ്, നൈട്രജൻ ഫിക്സേഷൻ എങ്ങനെയാണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് ഈ ഒരു ക്ലാസ്സിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇതാണ് ഒരു നൈട്രജൻ സൈക്കിളിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഒരു നൈട്രജൻ സൈക്കിൾ? അതായത് നമുക്ക് അറ്റ്മോസ്ഫിയറിലുള്ള നമ്മുടെ നൈട്രജന് പ്ലാന്റ്സിൽ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ മാത്രമേ അബ്സോർവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ എങ്ങനെ ഉണ്ടാവുക? N2 ആയിട്ടാണല്ലേ ഉണ്ടാവുക. ആ N2നെ ആർക്ക്, പ്ലാന്റിനെ നേരിട്ട് അബ്സോർവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഒരു നൈട്രജനെ നമ്മൾ നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് മാറ്റിയതിന് ശേഷം അതിനെ പ്ലാന്റ് അബ്സോർവ് ചെയ്യുന്നു. പ്ലാന്റ് എന്നിട്ട് എന്ത് ചെയ്തു, അത് ആർക്ക് കൊടുക്കും? ആനിമൽസിന് കൊടുക്കും. ആനിമൽസിന് അത് തിരിച്ച് വേറെ പ്രോസസ്സിലൂടെയൊക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ തിരിച്ചു വരും. അതിനാണ് സിമ്പിൾ ആയിട്ടൊരു നൈട്രജൻ സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഈ സൈക്കിൾ എല്ലാവരും നോക്കുക. അപ്പം അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അപ്പം നമ്മൾ അറ്റ്മോസ്ഫിയറിൽ N2 ഉണ്ട് എന്ന് പറഞ്ഞു. N2 എന്നുള്ള ഫോമിൽ അറ്റ്മോസ്ഫിയറിൽ ആരുണ്ട്? നൈട്രജൻ ഉണ്ട്. അപ്പോൾ ആ നൈട്രജനെ നമ്മുടെ പ്ലാന്റ് അബ്സോർവ് ചെയ്യണമെങ്കിൽ ഈ 3 ഫോമിലാണ് പ്ലാന്റ് അബ്സോർവ് ചെയ്യുക. ഒന്നിക്കൽ അമോണിയ ആയിട്ട് മാറണം, അല്ലെങ്കിൽ NO2- അല്ലെങ്കിൽ NO3-. ഈ 3 ഫോമാണ് അബ്സോർവബിൾ ആയിട്ടുള്ള പ്ലാന്റിന്റെ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി 3 ടെക്നിക്സ് ഉണ്ട്. അതായത് അറ്റ്മോസ്ഫിയറിലെ നൈട്രജനെ ഒന്നിക്കൽ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ വഴി മാറ്റാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ വഴി മാറ്റാം, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷൻ വഴി മാറ്റാം. ബയോളജിക്കലി മെയിൻലി അമോണിയ ആയിട്ടും, അല്ലെങ്കിൽ NO2- ആയിട്ടും, അല്ലെങ്കിൽ NO3- ആയിട്ടും ഒക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ബയോളജിക്കൽ എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയേണ്ടതാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. ഇന്ന് ബയോളജിക്കലിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ആദ്യം എന്താണ് ഈ സൈക്കിൾ നോക്കാം. അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ അപ്പോൾ എന്തായി? ഇപ്പം ഈ 3 പ്രോസസ്സ് വഴി ഈ ഒരു അബ്സോർബിൾ ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഈ അബ്സോർബിൾ ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് ആർക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റും? യെസ്, നമ്മുടെ പ്ലാന്റ്സിന് ഈ ഒരു ഫോമിലുള്ള നൈട്രേറ്റ് അല്ലെങ്കിൽ നൈട്രൈറ്റിനെ ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്ലാന്റ്സ് അബ്സോർവ് ചെയ്തു, അവർ ഫുഡ് ഉണ്ടാക്കി. ആ പ്ലാന്റിനെ ഈറ്റ് ചെയ്യുന്ന നമ്മളടക്കമുള്ള ആനിമൽസ് ഉണ്ടല്ലോ, ആ ആനിമൽസിലേക്ക് അതെന്ത് ചെയ്യും? പാസ് ചെയ്യും. അപ്പം നമ്മളിലേക്ക് നൈട്രജൻ എത്തി, നമ്മളത് യൂസ് ചെയ്യുന്നു. ശേഷം എന്ത് സംഭവിക്കും? ഈ ആനിമൽസ് ഡെഡ് ആവും. ആനിമൽസ് മാത്രമല്ല, പ്ലാന്റും ഡെഡ് ആവുന്നുണ്ട്. ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഡെഡ് നടന്നതിന് ശേഷം ആ ഒരു നമ്മളുടെ ഡെഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ, അത് ഡീക്കേ ചെയ്യും അല്ലേ. ഡീക്കേ ചെയ്യാൻ വേണ്ടിയിട്ട് ഡീക്കേയിങ് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ ആ ഡീക്കേയിങ് ബാക്ടീരിയാസ് എന്ത് ചെയ്യും? നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെയും ആനിമൽസിൻ്റെയും ഡിക്കേഡ് മെറ്റീരിയൽസിൻ്റെ അകത്തുള്ള നൈട്രജനെ അമോണിഫിക്കേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് വഴി, എന്താണ് അമോണിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നതായിരിക്കും. അമോണിഫിക്കേഷൻ വഴി നേരെ അമോണിയയിലേക്ക് മാറ്റും, കൺവേർട്ട് ചെയ്യും. ഓക്കെ, നേരത്തെ കൊണ്ടുവന്ന ആ ഒരു ഫോമിലേക്ക് അവർ കൺവേർട്ട് ചെയ്യും. ആ കൺവേർട്ട് ചെയ്ത ശേഷം അവരെന്ത് ചെയ്യും? വേറെ ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഡീനൈട്രിഫിക്കേഷൻ, സ്യൂഡോമോണസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് അത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്, എഴുതിയിട്ടില്ല. ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, സ്യൂഡോമോണസ് പോലെയുള്ള ഡീനൈട്രിഫിക്കേഷൻ വഴിയുള്ള പ്രോസസ്സ് വഴിയാണ് ഈ അമോണിയനെ തിരിച്ച് N2ലേക്ക് മാറ്റിയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചെത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് അറ്റ്മോസ്ഫിയറിലുള്ള ഒരു നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു 3 രീതിയിൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നുണ്ട് എന്ന്. അതായത് അബ്സോർബിൾ ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഒന്നാമത്തത്, അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ നൈട്രജൻ ഉണ്ടാവുമല്ലോ. അറ്റ്മോസ്ഫിയറിൽ ആരും ഉണ്ടാകും? ഓക്സിജനും ഉണ്ടാവും. അപ്പോൾ ഈ നൈട്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട് NO ആയിട്ട് മാറും. ഓക്കെ, ഈ NO എന്ത് ചെയ്യും? NO എന്ന് വെച്ചാൽ നൈട്രിക് ഓക്സൈഡ് ആണ്. അപ്പോൾ ഈ നൈട്രിക് ഓക്സൈഡ് എന്തുണ്ടാവും? നമ്മൾ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടാവും അല്ലേ. ആ വാട്ടർ കണ്ടന്റുമായിട്ട് എന്ത് ചെയ്യും? മിക്സ് ആയിട്ട്
NO2 and HNO2 ഈ രണ്ടെണ്ണമായിട്ട് മാറും. NO2 ഉം HNO2. ഇതിൽ NO2 എന്ന് പറയുന്നത് അബ്സോർബിൾ ഫോം ആണ്. അത് പിന്നെയും ഹൈഡ്രജൻ, ഇവിടെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ, നമ്മളുടെ ഇവിടെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. ആ വാട്ടർ മോളിക്യൂൾസുമായിട്ട് പിന്നെയും റിയാക്ട് ചെയ്തിട്ട് HNO3 നൈട്രിക് ആസിഡ് ഒക്കെ ആയിട്ട് മാറാം. അങ്ങനെയാണെങ്കിൽ അവിടെ ആസിഡ് റെയിൻ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ NO2നെ എന്ത് ചെയ്യാൻ പറ്റും? അബ്സോർബ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അതാണ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ ആണെങ്കിലോ, ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ ഇൻഡസ്ട്രിയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഹൈഡ്രജനും നൈട്രജനും കൂടി ചേർന്നിട്ട് എന്തുണ്ടാകും? അമോണിയ ഉണ്ടാകും. പിന്നെ ഇവിടെ UV ലൈറ്റിന്റെ പ്രസൻസിലാണ് കേട്ടോ നടക്കുന്നത്. UV ലൈറ്റിന്റെ പ്രസൻസിൽ മാത്രമേ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷൻ നടക്കുള്ളൂ. ഇനി ഇൻഡസ്ട്രിയൽ ആണെങ്കിൽ ഹൈഡ്രജനും നൈട്രജനും കൂടി ചേർന്നിട്ട് അമോണിയ ആദ്യം ഉണ്ടാവും. ഈ അമോണിയ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കൂടി ചേർന്ന് യൂറിയ ഉണ്ടാവും. എന്നിട്ടാണ് ഫെർദർ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് നമ്മളുടെ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടും പഠിക്കേണ്ടത്. അവിടെ എന്താ ബയോളജിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ, ചില മൈക്രോബ്സിന്റെ സഹായത്തോടെയാണ്. അതായത് നമ്മുടെ പീ പ്ലാന്റിലെ പയറുവർഗ്ഗങ്ങളിൽ പെടുന്ന പ്ലാന്റിന്റെ ഒക്കെ റൂട്ടിൽ എന്തുണ്ടാവും? റൈസോബിയം എന്നെല്ലാം പറയുന്ന ചില മൈക്രോബ്സ് ഉണ്ടാവും. ഈ റൈസോബിയത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നൈട്രജനെ, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നേരിട്ട് അബ്സോർബ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് പിന്നെ കുറേ പ്രോസസ്സൊക്കെ GS, ഗോകാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രോസസ്സാണ്, വലിയ പ്രോസസ്സാണ്. അതുവഴിയൊക്കെ നമ്മുടെ പ്ലാന്റ്സിന് അബ്സോർബിൾ ഫോമിലുള്ള നൈട്രജൻ കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു നൈട്രജൻ സൈക്കിളിൽ വരുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ബാക്കി ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഒക്കെ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.